മനുവേട്ടാ, കുറച്ച് നാളായി ഞാൻ മനുവേട്ടനിൽ നിന്നും ഒരു കാര്യം മറച്ചു പിടിക്കുന്നു. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവനായും അഴിച്ചു മാറ്റുന്നതിനിടയിൽ ദേവ് പറഞ്ഞു. എന്ത് കാര്യം? അഭി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. പറയാം. എല്ലാം കേട്ട് കഴിയുമ്പോൾ മനുവേട്ടൻ എന്നെ എത്ര വേണേലും ശിക്ഷിച്ചോളൂ. എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ അപ്പു, അവളൊന്നും പറയരുത് കേട്ടോ. അവളൊരു പാവാണ്. ഞാനാണ് അവളെ നിർബന്ധിച്ചു കൊണ്ടുപോയത്. അത് ശരി, അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ സാരി എടുത്തുള്ള മേനി പ്രദർശനം. അങ്ങനെ പ്രലോഭനങ്ങളിലൊന്നും വീഴുന്ന ആളല്ല ഞാൻ. അബിയുടെ കൈകൾ അവളുടെ നഗ്നമായ തോളിൽ നിന്നും കൈത്തണ്ടയിലൂടെ താഴേക്കൊഴുകി നടക്കുന്നുണ്ട്. ഞാനേ പ്രലോഭനമൊന്നുമല്ല ഉദ്ദേശിച്ചത്, ദേവ് പരിഭവിച്ചു. എങ്കിൽ പിന്നെ ഐറ്റം ഡാൻസ് ആയിരിക്കും. എന്തായാലും ബെസ്റ്റ് കോസ്റ്റ്യൂം, അബി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പോ അവിടുന്ന്. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നാണല്ലോ. ഇനി ചിലപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്കെന്നെ കൊല്ലാൻ തോന്നിയാലോ. ഇനി ചത്ത് കഴിഞ്ഞ് എൻ്റെ ഡെഡ് ബോഡി കണ്ടേ ആരും അയ്യേ എന്ന് പറയരുത്. ഡെഡ് ബോഡി ഇത്തിരി ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എന്ത് നല്ല കൊച്ചായിരുന്നു. ചാവാൻ നേരത്തുള്ള ആ ഡ്രസ്സിങ് സെൻസ് നോക്കിക്കേ. എല്ലാവരും എന്നെ നോക്കി അങ്ങനെ പറയുന്നത് കേട്ട് ആത്മനിർവൃത്തിയോടെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവും. അതുമല്ല, ഞാൻ ചത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു തന്ന സാരി ഒന്നും ഞാൻ ഉടുത്തില്ലല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് വിഷമമാവാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ സാരി ഉടുത്തത്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഗെറ്റ് റെഡി ഫോർ ഡെത്ത്. അവളുടെ പറച്ചിൽ കേട്ട് അബി ഒന്ന് നോക്കിപ്പോയി. ഓഹോ, അപ്പോൾ കൊല്ലാനുള്ള തെറ്റൊക്കെ നീ ചെയ്തു. അതിരിക്കട്ടെ, ഇനിയിപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് നിന്നെ കൊല്ലേണ്ടി വന്നാ നിനക്ക് ഏത് തരം മരണമാണിഷ്ടം? ടെറസിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലണോ അതോ വേദന അറിയാത്ത മരണം മതിയോ? രണ്ടായാലും എൻ്റെ സേഫ്റ്റി കൂടി ഞാൻ നോക്കൂട്ടോ. നീ ചത്തിട്ട് വേണം എനിക്ക് തലച്ചോറുള്ള പെണ്ണിനെ കെട്ടാൻ. എൻ്റെ തലയിലെ തലച്ചോറല്ലാതെ പിന്നെന്താ മന്തിയാണുള്ളേ? ദുഷ്ടൻ. അപ്പം ദേഷ്യം വന്നാൽ എന്നെ കൊല്ലൂല്ലേ? അതുപോരാഞ്ഞ് ഞാൻ ചാകാൻ നോക്കിയിരിക്കുക വേറെ കെട്ടാൻ. ദേവ് ഒരു നിമിഷം ദേഷ്യത്തോട് പറഞ്ഞു. നീയല്ലേ പറഞ്ഞേ കൊന്നോളാൻ? ശരി, നീ ആദ്യം കാര്യം എന്താണെന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാം കൊല്ലണോ വളർത്തണോന്ന്. അവളുടെ ബ്ലൗസിൻ്റെ സ്ട്രാപ്പ് അല്പം താഴ്ത്തി അവിടം ചെറുതായി കടിച്ചുകൊണ്ടവൻ പറഞ്ഞു. അടുത്ത നിമിഷം അവൾ അവൻ്റെ മുഖത്ത് തുരുതുരാ ചുംബിച്ചു. ഇതെൻ്റെ അന്ത്യചുംബനാണ്, ഇനിയിപ്പോൾ ചുംബിക്കാൻ പറ്റിയില്ലല്ലോ. അതും പറഞ്ഞ് അവൾ അബിയുടെ ഫോൺ ചോദിച്ചു. ആ ഫോണിങ് തരുമോ? അബി തൻ്റെ ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ദേവു അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അതിൽ നിന്നും യൂട്യൂബ് തുറന്നു. ശേഷം ഷോയിൽ അപ്പ പാടുന്ന പാട്ട് പ്ലേ ചെയ്ത് അവൻ്റെ കൈ കൊടുത്തു. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി കിടന്നു. ഇനിയിപ്പോൾ ദേഷ്യം വന്ന് അവൻ ഫോൺ വലിച്ചെറിഞ്ഞാലോ എന്ന് കരുതിയാണ് അവൻ്റെ ഫോൺ തന്നെ വാങ്ങിച്ചത്. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അബിയിൽ നിന്നും പേടിച്ച പോലുള്ള പ്രതികരണമോ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അപ്പുവിൻ്റെ പാട്ട് ഇപ്പോഴും ഫോണിൽ പ്ലേ ആവുന്നുണ്ട്. ദേവുമെല്ലെ തലയുയർത്തി നോക്കി. അപ്പുവിൻ്റെ പാട്ട് ആസ്വദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കണ്ണടച്ചിരിപ്പുണ്ട്. ഈശ്വര, ഇതെന്തൊരു മറിമായം! എനിക്കിനി ആള് മാറിപ്പോയോ? അവനെ ഒന്നുകൂടി ശരിക്കും നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. ഏയ്, ഇത് ഹിറ്റ്ലർ തന്നെയാണ്. ഇയാൾക്കിനി വല്ല അൽഷിമേഴ്സും? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. മിസ്സിസ് ദേവാൻഷിക, ദിസ് ഈസ് ടു മച്ച്. കെട്ടിയോൻ അൽഷിമേഴ്സ് വരാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏക ഭാര്യ താനായിരിക്കും. അവളുടെ മനസാക്ഷി അതിനിടയിൽ അവളെ ശാസിച്ചു. വൈഫ് വിത്ത് ക്രിമിനൽ മൈൻഡ്. വല്ല അവാർഡുണ്ടെങ്കിൽ എനിക്ക് തന്നെ, ദേവു ആത്മകഥം പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് തോണ്ടി. എന്താ? അവളുടെ വിളി കേട്ട് അബി കണ്ണു തുറന്നുകൊണ്ട് ഗൗരവത്തിൽ മൂളി. ഞാൻ ആരാ? ദേവുവിൻ്റെ ചോദ്യം കേട്ട് അബി വാപ്പൊളിച്ചു നിന്നു. നിനക്ക് എന്താടി വട്ട? അബി തിരിച്ചു ചോദിച്ചു. മനുവേട്ട പ്ലീസ് പറയൂ. എൻ്റെ ഭാര്യ. എന്തേ, നിനക്ക് വല്ല സംശയമുണ്ടോ? അബി ചോദിച്ചു. അപ്പം നിങ്ങളോ? ദേവുവിൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. നിന്റെ ഭർത്താവ്? അബി പറഞ്ഞു. അപ്പോൾ അത് ഓർമ്മയുണ്ട്. ശരി, എൻ്റെ പേരെന്താന്ന് പറ. ജാനകി. ദേവുവിൻ്റെ ചോദ്യം കേട്ട് അബിക്ക് ചൊറിഞ്ഞു കയറി വന്നു. അപ്പോൾ നിങ്ങളുടെയോ? പിന്നെയും വന്നു ദേവുവിൻ്റെ ചോദ്യം. ദാസപ്പൻ. ഇതെത്രയാ? തൻ്റെ 3 വിരൽ ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. 500. ഇപ്പോൾ രാവോ അതോ പകലോ? നട്ടുച്ച. അയ്യോ, എൻ്റെ ഹിറ്റ്ലർക്ക് ഓർമ്മ പോയി, ദേവ് പ്രത്യേക ഗണത്തിൽ പറഞ്ഞു. ഓർമ്മ പോയതേ നിന്റെ തന്തക്ക്, അബി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പപ്പയെ പറയുന്നോ?
ഐ ഡോണ്ട് ലൈക്ക് ഇറ്റേ. ദേവ് ചുണ്ടു കൂർപ്പിച്ചു. നീ ഇനിയും വാ തുറന്നാലേ നിന്റെ തന്തയുടെ തന്തക്ക് വരെ വിളിച്ചെന്ന് വരും. നിനക്ക് വെളിവും വെള്ളിയാഴ്ചയില്ലെന്ന് കരുതി എൻ്റെ വെളിവ് പോയിട്ടില്ല, അബി കലിപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ആ പാട്ട് കണ്ട് നിങ്ങളെന്താ ഞെട്ടാഞ്ഞേ? ഞെട്ടാൻ മാത്രം ഇതിലെന്താ ഉള്ളേ? അപ്പോൾ നന്നായി പാടുന്നുണ്ട്. അവൾ ഇത്ര നന്നായി പാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മെൽറ്റിംഗ് വോയിസ്. ഈ പാട്ട് മാത്രമല്ല, എല്ലാ പാട്ടും അസാധ്യമായിട്ട് അവൾ പാടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അവളുടെ ഒരു ഫാനാണ്. അബി പറയുന്നത് ഓരോന്നും കേട്ട് ദേവ് കിളിപ്പോയി നിൽപ്പാണ്. പക്ഷേ നിന്നെക്കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഉള്ളത്. ആദ്യ എപ്പിസോഡിൽ അപ്പോൾ പാടുമ്പോഴുള്ള നിന്റെ ആ ഓവർ എക്സ്പ്രഷൻ അത് ഭയങ്കര ബോറായിരുന്നു. എന്തൊരു ആർട്ടിഫിഷ്യൽ ആയിരുന്നോ. അത് ഒപ്പിയെടുക്കാൻ ഒരു ക്യാമറമാനും പിന്നാലെ നിന്നെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ജഡ്ജസ്മാരും. നീ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. സ്റ്റേജിൽ നിന്നുള്ള നിന്റെ സെൽഫ് ഇൻട്രോയും അത് കഴിഞ്ഞുള്ള തള്ളിമറിക്കലും. ട്രോളന്മാരെ ഇതൊന്നും കാണുന്നില്ലയാവോ? പിന്നെ അപ്പൂൻ്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയാണെന്ന്. അതെന്താ ചേട്ടത്തിയാണെന്ന് പറഞ്ഞ? അവിടെ നിനക്ക് കൂടി ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയല്ലേ അപ്പു നന്നായിട്ട് അഭിനയിക്കും എന്നും പറഞ്ഞ് നീയും അവളും കൂടി ഒരു സ്കിറ്റ് ചെയ്തത്. സംഭവം കൊള്ളായിരുന്നു. അതങ്ങ് കയറി കൊളുത്തുകയും ചെയ്തു. യൂട്യൂബിൽ ഈ സ്കിറ്റിന് മില്യൺ കണക്കിന് വ്യൂസും. അതിലെ കമൻസ് ഉണ്ട് എനിക്ക് ചൊറിഞ്ഞു കയറി വന്നതാ. ഈ തള്ളി മറിക്കണ നേരത്തെ നീ മാരീഡ് ആണോന്ന് കൂടി പറയാനെന്തേ? അന്നേരം നിന്റെ വായിൽ അമ്പഴങ്ങായിരുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ചു ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുക എന്ന ഉദ്ദേശത്തിൽ അവർ നിനക്ക് ഇടയ്ക്കിടെ സ്റ്റേജിൽ കയറാൻ അവസരം തന്നുകൊണ്ടിരുന്നു. ആങ്കറായും സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തും ജഡ്ജസിന് ഫണ്ണി ടാസ്കും കൊടുത്തു. അതിനിടയിൽ കൂടി നീ ഒരു സ്റ്റാറായി മാറി. ഷോയുടെ ഓരോ എപ്പിസോഡും മൊത്തം അരച്ച് കലക്കി കുടിച്ചിട്ടാണ് അവൻ തൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളതെന്ന് ദേവുവിന് മനസ്സിലായി. അബിയുടെ സംസാരത്തിൽ കുശുമ്പ് നിറഞ്ഞിരുന്നുവെന്ന് ദേവു തിരിച്ചറിഞ്ഞു. അതൊക്കെ പോട്ടെ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അപ്പുവിനെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. അവളെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ എനിക്ക് പുല്ലുവില. പോട്ടെ, അത് നിന്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ അപ്പുവിനോടുള്ള അമിത സ്നേഹം. ഓക്കെ, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, ആരോടും ഒന്നും പറയാതെ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞ് എടുത്തു ചാടി ഓരോന്ന് ചെയ്ത് വല്ല കെണിയിലും ചെന്ന് പെട്ടിരുന്നെങ്കിലോ? നിങ്ങൾ 2 പെൺകുട്ടികളാണ്. പലപ്പോഴും അപ്പൂനെ അവിടെ തനിച്ചു വിട്ട് നിനക്ക് തിരിച്ചു പോരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നീ ബോൾഡാണ്. ഒരു പക്ഷേ നിനക്ക് പലതും തിരിച്ചറിയാൻ പറ്റിയെന്ന് വരാം. പക്ഷേ അവൾക്ക് അപകടം തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമാണ്. അവളുടെ ലൈഫ്, കരിയർ, ഇതിനെയൊക്കെ പറ്റി എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ പാട്ടിൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങിയ പോലെ. ഒരു റിയാലിറ്റി ഷോ കൊണ്ട് മാത്രം ജീവിതം മാറി മറിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു ഷോയുടെ സീസൺ പീരീഡ് കഴിഞ്ഞാൽ പലരും വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതിൽ ചിലർ മാത്രം എവിടെയൊക്കെ എത്തിച്ചേരുന്നു. അതിനിടയിൽ നഷ്ടപ്പെടുത്തുന്നത് പഠനമാണ്. അപ്പുവിനെ പോലെ എത്രയോ തവണ നിന്റെ ക്ലാസ് നീ നഷ്ടപ്പെടുത്തി. ഓരോ ദിവസവും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നീ എന്നെ വെട്ടിയാക്കി. അപ്പു ഷോയിൽ പാടുന്നത് ഞാനൊഴികെ എല്ലാവർക്കും അറിയാം. ദക്ഷിനും രാഹുലിനും വരെ. അവരും എന്നോട് പറഞ്ഞില്ല. ശരിയാണ്, നീ എന്നെ പേടിച്ചിട്ടാണ് ഒന്നും എന്നോട് പറയാഞ്ഞത്. നിനക്ക് എന്നെ അത്രയ്ക്കും പേടിയാണോ അമ്മു? ഇത്രയും നേരം തന്നെ കളിയാക്കിക്കൊണ്ടിരുന്നവൻ്റെ ശബ്ദം ഇടർന്നത് അവൾ വേദനയോടെ നോക്കി നിന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള അഭിമന്യു പലതും എതിർത്തിരുന്നു, വെറുത്തിരുന്നു. പക്ഷേ നീ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നിനക്ക് വേണ്ടി ഇന്ന് അഭിമന്യു ഒരുപാട് മാറിയിരിക്കുന്നു. നിനക്ക് വേണ്ടി മാത്രം, നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. ഒരു മനസ്സും ശരീരവുമായി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ അമ്മു. അത്രയ്ക്കും ഭീകരനാണോ ഞാൻ? നിനക്ക് എന്നോടെല്ലാം തുറന്നു പറയായിരുന്നു. ഇന്നലെ അപ്പുവിൻ്റെ ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. അവൾ ഈയിടെയായി ക്ലാസ്സിൽ വരുന്നത് കുറവാണെന്ന് പറഞ്ഞു. അറ്റൻഡൻസ് കുറവാണെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ലെന്നും. സംശയം തോന്നിയിട്ടാണ് ഇന്നലെ നിന്നെ ഞാൻ ഫോളോ ചെയ്തത്. നീ സ്റ്റുഡിയോയിലേക്ക് കയറി പോകുന്നത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. പിന്നീട് ആരവാണ് എല്ലാം പറഞ്ഞത്. നിന്നോട് ചെറിയ ദേഷ്യം തോന്നിയ നിമിഷമായിരുന്നു അത്. എന്തിനാണെന്നോ? എന്നെ ഒരു അന്യനായി കണ്ടല്ലോ എന്നോർത്ത്, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത്. സംഗീതത്തോട് എനിക്ക് വെറുപ്പായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ നീ പറഞ്ഞ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാനിക്കാര്യം അറിയുന്നതിന് മുൻപേ നീ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്നേ ഞാൻ എന്ത് സന്തോഷിക്കായിരുന്നു. പക്ഷെ നീ പറഞ്ഞില്ല. അവിടെ ഞാൻ തോറ്റുപോയി. ഇപ്പോഴുള്ള നിന്റെ ഈ തുറന്നു പറച്ചിൽ അതെന്തിനാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അബി അത്രയും പറഞ്ഞു നിർത്തി. മനുവേട്ട, സോറി, പേടിച്ചിട്ടാ ഞാൻ. എന്നെ നിനക്ക് അത്രയ്ക്കും പേടിയാണോ അമ്മു? അതിന് മാത്രം ഞാൻ നിന്നെ എപ്പോഴാണ് പേടിപ്പിച്ചിട്ടുള്ളത്? എല്ലാവർക്കും ഞാൻ ഹിറ്റ്ലറാണ്. പക്ഷെ നിനക്ക് ഞാൻ അങ്ങനെയാണോ അമ്മു? നീ എന്ന ആ മാജിക്, നീ എന്നിൽ പ്രയോഗിച്ച ആ മാജിക്,
അതിൽ ഞാൻ എന്നെ അടിമപ്പെട്ടു പോയതാണ്. അത് എന്നേക്കാൾ നന്നായി നിനക്കറിയാം. എന്നിട്ടും നിനക്കെന്നെ പേടിയാണ്. ശരി, ഇനി മുന്നോട്ട് നീ എന്നെ പേടിച്ച് ജീവിച്ചാൽ മതി. അത് പറയുമ്പോൾ അബിയുടെ സ്വരം കടുത്തിരുന്നു. അന്നേരം നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ച് നിർത്താൻ അബി പാടുപെടുന്നത് ദേവു കണ്ടിരുന്നു. മനുവേട്ട പ്ലീസ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സോറി, ഞാൻ പറഞ്ഞല്ലോ എന്ത് ശിക്ഷ വേണേലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന്. മറുപടിയൊന്നും പറയാതെ ആ നിമിഷം അബി അവളെ തന്നിൽ നിന്നും അടർത്ത് മാറ്റി കാറ്റ് പോലെ അവിടെ നിന്ന് നടന്നു നീങ്ങി. നിറഞ്ഞ കണ്ണുകൾ തന്നിൽ നിന്നും മറച്ചു പിടിച്ച് മുറിയുടെ ഡോറും തുറന്നു പോകുന്ന അബിയെ അവൾ നോക്കി നിന്നു. തന്നോട് ദേഷ്യപ്പെട്ടു പോയതോ അതോ തന്നെ കൊല്ലാനുള്ള ആയുധം എടുക്കാൻ പോയതോ? അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവന് പിന്നാലെ നടന്നു. സ്റ്റയറിലെ റെയിലിങ്ങിൽ പിടിച്ച് താഴേക്ക് നോക്കി. അന്നേരം അവൻ അടുക്കളയിലോട്ട് കയറി പോകുന്നത് അവൾ മുകളിൽ നിന്ന് നോക്കി നിന്നു. ഷോ, അത് തന്നെ, വെട്ടുകത്തി എടുക്കാൻ പോയതാ. അപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് മൂപ്പരുടെ ഉദ്ദേശം. എൻ്റെ ദേവി, ഇനി ഒന്നും നോക്കാനില്ല. വിസ്കിയോ രക്ഷ. ഇല്ലേ, തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കരുതി അവൾ മുറിയിൽ ചെന്ന് വാർഡ്രോബ് തുറന്ന് മദ്യത്തിൻ്റെ കുപ്പി വായിലോട്ട് അതുപോലെ കമഴ്ത്തി. അബിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു മദ്യം. പിന്നെ പ്ലാൻ മാറ്റിയതാണ്. സാരി ഉടുത്ത് അവനെ പ്രലോഭിപ്പിച്ച് ഫുൾ റൊമാൻറ്റിക് മൂഡ് ഉണ്ടാക്കി സംഭവം അവതരിപ്പിക്കുക. അതായിരുന്നു ഉദ്ദേശം. പക്ഷെ തുടക്കത്തിലെ സംഭവം പാളിപ്പോയി. എല്ലാം അറിഞ്ഞു വെച്ചാണ് തന്നോട് ആൾ ഇന്നലെയും ഇന്നും പെരുമാറിയത് എന്നറിഞ്ഞപ്പോൾ മനസ്സിലെ റൊമാൻസ് മൊത്തം ആവിയായിപ്പോയി. ആള് ശരിക്കും ഹേർട്ടായിട്ടാണ് മുറിവിട്ട് പോയത്. ഇനിയിപ്പോൾ ഇതും അടിച്ച് മിണ്ടാതെ നിൽക്കാം. വഴക്ക് പറഞ്ഞാലും തല്ലിയാലും കൊന്നാലും കാര്യമായി ഒന്നും അറിയില്ല. ദേവക്കുപ്പി അപ്പാടെ വായിലേക്ക് കമഴ്ത്തി. അബിയുടെ ഉള്ളിലെ വിഷമങ്ങൾ പുറത്തു ചാടിയപ്പോൾ കണ്ണുനീർ പിടിച്ചു നിർത്താനായില്ല. ദേവുവിൻ്റെ മുന്നിൽ നിന്നും കരഞ്ഞാൽ മോശമാണെന്ന് കരുതി പിടിച്ചു നിന്നപ്പോൾ ഇടറിയിരുന്നു. ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കള വരെ പോയതായിരുന്നു അവൻ. തിരികെ മുറിയിലേക്ക് വന്നപ്പോൾ ദേവ് ബെഡിൽ കാല് കുത്തിവെച്ച് തൻ്റെ മുട്ടിലായി മുഖമൊളിപ്പിച്ച് ഇരിപ്പുണ്ട്. ആ ഇരിപ്പ് കണ്ടപ്പോൾ അവന് ചെറിയ സങ്കടം തോന്നി. പാവം, കരയുകയായിരിക്കും. പോട്ടെ, ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കാം എന്നും കരുതി അബി അവളുടെ തോളിൽ ഒന്ന് കൈ വെച്ചതേയുള്ളൂ. ദേ പെണ്ണ് ബെഡിൽ മലർന്നു കിടക്കുന്നു. അപ്പോഴും മുട്ട അതുപോലെ മടങ്ങിയിരിപ്പാണ്. ഇതെന്തോന്ന് 2 ഫോൾഡ് ഗേളോ? അബി പിറുപിറുത്തു. അവൻ അവളുടെ മുട്ട് നിവർത്താൻ നോക്കിയപ്പോൾ പെണ്ണ് നേരത്തെ എങ്ങനെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ വീണ്ടും ഇരുന്നിട്ടുണ്ട്. അബിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ ഒന്നുകൂടെ അവളെ തൊട്ടു നോക്കിയതും പിന്നെയും അവൾ ബെഡിലേക്ക് വീണിരുന്നു. അപ്പോഴൊക്കെയും പെണ്ണിൻ്റെ മുഖത്ത് കിളിപോയ ഭാവവും നേരത്തെ പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ഇത്തവണ അബി കഷ്ടപ്പെട്ട് അവളുടെ കാല് നിവർത്തി വെച്ചു. അവളെ ഒന്നിരുത്തി നോക്കിയപ്പോൾ അപ്പോഴവൾ ചിരിച്ചുകൊണ്ട് അവന് നേരെ ഒരു സർജിക്കൽ ബ്ലേഡ് നീട്ടി. എന്താ ഇത്? അബി ചോദിച്ചു. എന്നെ കൊന്നോ? എനിക്കിനി ജീവിക്കണ്ട. ഞാൻ മനുവേട്ടനെ പറ്റിച്ചില്ലേ? കള്ളം പറഞ്ഞില്ലേ? എന്നെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല. ഞാനീ ജീവിക്കണ്ട. അങ്ങ് കൊന്നേക്ക്. അതും പറഞ്ഞവൾ കുട്ടികളെ പോലെ ഉറക്കെ കരയാൻ തുടങ്ങി. ഐ ലവ് യു പപ്പ. ഐ ലവ് യു തച്ചുവേട്ടാ. ഞാൻ ഹിറ്റ്ലറെ തോൽപ്പിച്ചില്ലേ? പാവം എൻ്റെ ഹിറ്റ്ലർ. ഞാൻ പോവുക. ദേവ് കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട്. അതോടെ അബിക്ക് കാര്യം ഏകദേശം ബോധ്യമായി. അവളുടെ കയ്യിലെ സർജിക്കൽ ബ്ലേഡ് വാങ്ങിച്ചു അവൻ വലിച്ചെറിഞ്ഞു. അവളെ കടിപ്പിച്ചു നോക്കി. അവളുടെ അരികിൽ വന്ന് മുഖമടിപ്പിച്ച് സ്മെല്ല് പിടിച്ചതും അവൾ കരച്ചിൽ നിർത്തി അവനെ നോക്കി നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. കുപ്പി എവിടെ? അബി ചോദിച്ചു. ഹിറ്റ്ലർക്ക് വേണമായിരുന്നോ? അയ്യോ, തീർന്നു പോയല്ലോ. കുപ്പി എടുക്കാൻ. ഇത്തവണ അവൻ്റെ സ്വരം ഒന്നുകൂടെ കടുത്തിരുന്നു. അന്നേരം അവൾ തലയണയുടെ അടിയിൽ നിന്നും മദ്യത്തിൻ്റെ കുപ്പി എടുത്ത് അവന് നേരെ നീട്ടി. അവൻ കുപ്പി കമഴ്ത്തി നോക്കി. ഒരു തുള്ളി പോലും ബാക്കിയില്ലായിരുന്നു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഇന്നലെ എന്നെ കൂട്ടാതെ പോയി ഒറ്റയ്ക്ക് അടിച്ചില്ലേ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാനും കമ്പനി തന്നേനല്ലോ. എത്ര നാളായിന്നറിയോ ഇതുപോലൊരു പൊളപ്പൻ സാധനം അടിച്ചിട്ട്? ദേവ് നിഷ്കമായി പറഞ്ഞു. ദൈവമേ, ഇവളൊരു മുഴുകുടിയെത്തിയായിരുന്നോ? ഡി കൂമ്പ് വാടിപ്പോവും. വെള്ളം കുടിച്ചേ എന്നും പറഞ്ഞു അവളെ കൊണ്ട് മുറിയിലുണ്ടായിരുന്ന ഒരു ജഗ് വെള്ളം അവൻ കുടിപ്പിച്ചു. പകുതിയിലേറെ വെള്ളം അവളുടെ താടിയിലൂടെ ഒഴുകി കഴുത്തിലും സാരിയിലൊക്കെ ആയതും വെള്ളം കൂടി നിർത്തി അവൾ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. എന്നിട്ട് സ്വിച്ചിട്ട പോലെ വീണ്ടും കരയാൻ തുടങ്ങി. അതും പ്രത്യേക ഈണത്തിൽ. അതോടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരുന്ന അബിയുടെ ബാക്കിയുണ്ടായിരുന്ന ഒരല്പം ശാന്തത ആവിയായിപ്പോയി. എന്നെ അടിച്ചിട്ട് അവൾ കിടന്ന് മോങ്ങുന്നത് കണ്ടില്ലേ? അതും പറഞ്ഞ് വെള്ളത്തിൻ്റെ ജഗ് എടുത്തെടുത്ത് വെച്ച് അവൻ അവളുടെ അരികിൽ വന്നതും അവൾ കരച്ചിൽ നിർത്തി അവനെ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. എന്താടി കോപ്പ് നോക്കി പേടിപ്പിക്കുന്നേ? നീ എന്നെ അടിച്ചു അല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാടി ഭദ്രകാളി. അബി തൻ്റെ കവിളി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്രകാളി തൻ്റെ മറ്റവനാടാ ഹിറ്റ്ലറെ.
താൻ എൻ്റെ പുതിയ സാരി നശിപ്പിച്ചില്ലേ? എൻ്റെ 10,000-ൻ്റെ സാരിയാ താൻ വെള്ളത്തിലാക്കിയേ. ദേവ് ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു. ഈ 10,000 എണ്ണിക്കൊടുത്തത് ഞാനല്ലേ? അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. അഭിയും വിട്ടില്ല. അത് ശരി, തനപ്പോൾ കണക്ക് പറയുക അല്ലേ? എനിക്ക് തൻ്റെ സാരി വേണ്ട. തൻ്റെ സാരി കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. ദേവ് തൻ്റെ ദേഹത്തു നിന്നും സാരി വലിച്ചെടുത്ത് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവനവളുടെ കോലം കണ്ട് ചിരിയും വരുന്നുണ്ടായിരുന്നു. ഇത് മാത്രല്ല, നീ ഇട്ടിട്ടുള്ളത് മൊത്തം എൻ്റെയാ. അഭി ചിരി ഉള്ളിലൊതുക്കി പറഞ്ഞു. ആണോ? എന്നാൽ എനിക്ക് ഇതും വേണ്ടടോ ഹിറ്റ്ലറെ. അടുത്ത നിമിഷം അവൾ തന്നിൽ അവശേഷിക്കുന്ന വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റി അവൻ്റെ മേലേക്ക് എറിഞ്ഞു. ദൈവമേ, കള്ളു കുടിച്ചാൽ ഇമ്മാതിരി കിളി പോവോ? അടിച്ചത് കള്ളാണേലും കഞ്ചാവിൻ്റെ എഫക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. തൻ്റെ മുഖത്ത് കുടുങ്ങിക്കിടക്കുന്ന അവളുടെ ബ്ലൗസ് സെറ്റിയിൽ എടുത്തു വെക്കുന്നതിനിടയിൽ അഭി ചിന്തിച്ചു പോയി. പൂർണ്ണമായും തൻ്റെ മുന്നിൽ നഗ്നയായിരിക്കുന്ന പെണ്ണിൻ്റെ ദേഹം അവൻ ബ്ലാങ്കറ്റ് എടുത്ത് കവർ ചെയ്തു കൊടുത്തു. കിളിപോയ സാധനത്തിന് എന്ത് നാണം, എന്ത് മാനം! അവൻ പുതപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ തൻ്റെ ദേഹത്തുള്ള ബ്ലാങ്കറ്റ് പകുതി വരെ താഴ്ത്തിയിട്ടത് കണ്ടതും അഭി മനസ്സിൽ പറഞ്ഞു. അവൾ എന്തൊക്കെയോ പിറുപിറുത്ത് ബെഡിൽ മലർന്നു കിടന്നു. അവളുടെ അർദ്ധനഗ്നമേനി അവന് മുന്നിൽ അനാവൃതമാണ്. അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഏതോ ലോകത്തെന്ന പോലെ കണ്ണു തുറന്ന് മലർന്നു കിടപ്പുണ്ട്. ഇനി അവൾ ശരിക്കും കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? അഭി അവളുടെ പ്രവൃത്തി കണ്ട് പറഞ്ഞുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല. അവളുടെ ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റി ഒരു ടവലും ചുറ്റിക്കൊടുത്ത് അവളെയും കൈകളിൽ കോരിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. അവളെ ഷവറിന് കീഴെ നിർത്തി. ഹിറ്റ്ലറെ, ഐ ലവ് യു. എനിക്ക് തന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ? ഐ ലവ് യു സോ മച്ച്. അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ഷവറിനടിയിൽ നിർത്തിയപ്പോൾ അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അതിൽ മുഴുവനും സങ്കടവും പരാതിയും പരിഭവവും പിന്നെ അവനോടുള്ള അവളുടെ തീവ്രമായ പ്രണയവുമൊക്കെ ആയിരുന്നു. കുറച്ചധിക നേരം തലയിൽ വെള്ളം വീണതും അവളുടെ കെട്ട് ചെറുതായി വിട്ടിരുന്നു. വാഷ്റൂമിൽ നിന്ന് തിരികെ വന്നപ്പോൾ അവൾ പാതി മയക്കത്തിലായിരുന്നു. അവനവളെ താങ്ങി നിർത്തി ദേഹവും തലയും ഒക്കെ തുടച്ചു കൊടുക്കുകയാണ്. താനിങ്ങനെ എന്നെ ഇഡ്ഡലിയാക്കാതെ. തുടച്ചു കൊടുക്കുമ്പോൾ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവളിലേക്ക് പാറി വീഴുന്ന തൻ്റെ കണ്ണുകളെ ശാസിച്ച് നിർത്തിയിരിക്കുകയാണ് അവൻ. അതിനിടയിലാണ് പെണ്ണിൻ്റെ കൊഞ്ചൽ. അവൻ ആഞ്ഞൊരു ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു. തുടച്ചു കഴിഞ്ഞതും ടവൽ വെക്കാൻ വേണ്ടി അവളിൽ നിന്നുള്ള പിടുത്തം വിട്ടുപോയിരുന്ന നേരത്ത് അതുപോലെ അവൾ ബെഡിലേക്ക് വീണതും പിന്നെ അവൻ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് കരുതി അവൾ നേരെ കിടത്തി പുതപ്പിച്ചു കൊടുത്തു. അവളിൽ നിന്നും ചെറിയ അകലം പാലിച്ചുകൊണ്ട് കിടന്നതും കണ്ണുകൾ പകുതി അടച്ചു പിടിച്ചുകൊണ്ട് അവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവനോട് ഒട്ടിച്ചേർന്ന് കിടന്നു. അതിനിടയിൽ അവൾ അവൻ്റെ മേലെ കയറി കിടന്നു. കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും അവളുടെ ചുടുനിശ്വാസം വീണ് അവൻ്റെ കഴുത്ത് പൊള്ളുന്നുണ്ട്. അന്നേരം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പൂനിലാവിൻ്റെ അഴകായിരുന്നു. അവളിലെ മൃദുലത തൻ്റെ നഗ്നമായ നെഞ്ചിൽ അമർന്നപ്പോൾ അവിടം അവൻ്റെ കൈകളാൽ ഞെരിഞ്ഞുടഞ്ഞതും അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹത്ത് തൻ്റെ നഖങ്ങൾ ആഴ്ത്തി. ഇരുവരുടെയും നെഞ്ചുവരെയായി കവർ ചെയ്തിട്ടുള്ള വെളുത്ത ബ്ലാങ്കറ്റ് പതിയെ താഴ്ത്തി അവളുടെ നഗ്നമേനിയെ തന്നോട് അണച്ചു പിടിച്ചവൻ അത്യധികം പ്രണയത്തോടെ അതിലുപരി വാത്സല്യത്തോടെ ചുണ്ടുകൾ ചേർത്തു. അവളെ തൻ്റെ മേലെ നിന്നും അടർത്ത് മാറ്റി നേരെ കിടത്താനൊരുങ്ങവേ അവൾ ഒറ്റക്കണ്ണിറക്കി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ആ കള്ളനോട്ടം കണ്ട് അവൻ പുരിക ഉയർത്തിയതും കുറുമ്പോടെ അവൾ അവൻ്റെ കാതിൻ തുമ്പ് കടിച്ചു വിട്ടു. ആ നിമിഷം അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ അമർന്നു. അവളുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞ് അവിടെ മറ്റെന്തൊക്കെയോ ഭാവമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെ അവൻ കൊതിയോടെ നോക്കി നിന്നു. അത് മാത്രം മതിയായിരുന്നു അവൻ്റെ വികാരങ്ങളുടെ അണക്കെട്ട് തകർക്കാൻ. അടുത്ത നിമിഷം അവൾ അവൻ്റെ ചുണ്ടുകളെ അപ്പാടെ വിഴുങ്ങിയിരുന്നു. വല്ലാത്തൊരു കൊതിയോടെ അവൾ അവൻ്റെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങി. ദീർഘചുംബനത്തിന് ശേഷം അവളുടെ ചുണ്ടുകൾ വഴിമാറി സഞ്ചരിച്ചു തുടങ്ങി. പിന്നീട് അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് വല്ലാത്തൊരു ആവേശത്തോടെ അവൾ അവനിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അവളുടെ കൈകളാൽ അവൻ വിവസ്ത്രനാവുമ്പോഴും അവൾ തൻ്റെ ശരീരത്തിൽ പ്രണയത്തോടെ കുറുമ്പ് കാട്ടുമ്പോഴും അതൊക്കെ ആസ്വദിച്ചു ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കിക്കിടപ്പാണ്. ബോധത്തോടെയല്ല അവൾ ഈ പ്രവർത്തികൾ ഓരോന്നും ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ അതിനിടയിലും അവന് ചിരിക്കാതിരിക്കാനായില്ല. ഒടുവിൽ അവൾ വിവശയായെന്ന് തോന്നിയതും അവളെ നിർത്തിയെടുത്ത് നിന്ന് അവൻ തുടരുകയായിരുന്നു. കണ്ണുകൾ തുറന്നു പിടിച്ച് വിവശയായി കിടക്കുന്ന പെണ്ണിൻ്റെ മേലെയുള്ള ബ്ലാങ്കറ്റ് എങ്ങോട്ടോ വലിച്ചെറിഞ്ഞു. അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൻ്റെ തീവ്രത ഉയർന്നു തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ നഗ്നതയിലേക്ക് പാഞ്ഞത് കാണവേ അവളുടെ മുഖം ചുവന്നു തുടുത്തു. ഭ്രാന്തമായ ആവേശത്തോടെ അവൻ അവളിൽ അലഞ്ഞു നടന്നു. പാതി ബോധത്തിലും അവൾ കാണുകയായിരുന്നു അവനെ, തൻ്റെ പ്രിയപ്പെട്ടവനെ. അവൾ അവൻ്റെ മുഖത്ത് നിറം തെളിഞ്ഞു കണ്ടിരുന്നു. തന്നെ അറിയുന്നതിൻ്റെ തീവ്രത, കത്തുന്ന പ്രണയവും
അതിലലിഞ്ഞു ചേർന്നിരിക്കുന്ന കാമവും. മിനിറ്റുകൾ മണിക്കൂറുകളായി. അപ്പോഴും മതി വരാത്ത പോലെ അവൻ ആ പെണ്ണിൽ അലഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇരുവരും തളർന്നതും വിയർത്തൊട്ടിയ നഗ്നമേനിയാൽ ഒരു പുതപ്പിനുള്ളിൽ പരസ്പരം പുണർന്നുകൊണ്ട് ഇരുവരും നിദ്രയെ പുൽകി. ഇതേ സമയം അനുവും രാഹുലും പരസ്പരം എല്ലാ അർത്ഥത്തിലും ഒന്നാവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവൻ സമ്മാനിച്ച മിനി ഫ്രോക്കും ധരിച്ച് അവൻ്റെ മുന്നിലേക്ക് പോവാൻ അവൾക്ക് ലജ്ജ തോന്നി. നാണത്തോടെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉടക്കി. അവൻ്റെ കണ്ണുകളിലെ കത്തുന്ന പ്രണയവും കാമവും കണ്ട് അവൾ നാണത്തോടെ മിഴികൾ താഴ്ത്തി. ഇങ്ങനെ നാണിച്ചു നിൽക്കാനാ ഭാവം? അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വിരിഞ്ഞു മുറുക്കിക്കൊണ്ടവൻ ചോദിച്ചു.